ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഈസ്റ്ററൊക്കെ ആയിട്ട് നമുക്കൊരു സ്പെഷ്യൽ പോർക്ക് ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിനു വേണ്ടി പോർക്ക് ഒരു 1.5 കിലോ, പിന്നെ പൊടിക്കാത്ത മസാല ജസ്റ്റ് ഒന്ന് ചൂടാക്കി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലാണ് പോർക്ക് വേവിക്കുന്നത്. സാധാരണ ചട്ടിയിലൊക്കെ നമ്മൾ വേവിക്കാറുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. ഈ കുക്കറാകുമ്പോൾ കുറച്ച് എളുപ്പപ്പണിയാണ്. ഇതിലേക്ക് പോർക്ക് ഇടുക, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, തേങ്ങാക്കൊത്ത്, പിന്നെ പൊടികളായിട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും പിന്നെ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പുളിയൊക്കെ വേണം എല്ലാവർക്കും, അത് കാരണം കുറച്ച് നാരങ്ങാനീരും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ കുക്കറിലേക്ക് അതിൻ്റെയൊക്കെ അമ്മ മീൻകറിയും വയ്ക്കുന്നുണ്ട്. കുക്കറിൽ വെച്ചിട്ട് നമ്മളൊരു 5 വിസിലൊക്കെയാണ് കേൾപ്പിച്ചത്. ആ ടൈമിൽ നമുക്ക് സവാള ഇപ്പുറത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം പാൻ വെച്ച് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. കാരണം പോർക്കിൽ നല്ല നെയ്യുള്ളത് കാരണം കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇതൊക്കെ വഴറ്റിയെടുക്കുന്നത്. കുറച്ച് സവാളയും ഒരു 3-4 ചുവന്നുള്ളിയും കൂടി അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ പോർക്ക് പ്രഷറൊക്കെ പോയി നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതങ്ങ് തുറന്ന് വെച്ച് അങ്ങ് വറ്റിച്ചെടുത്താൽ മതി വെള്ളം. കുറച്ച് നെയ്യും വെള്ളവും കൂടി ഞാൻ ഈ സവാളയിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് സവാള നന്നായിട്ട് വഴണ്ട് വന്നോളും. വേറെ എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിക്കണ്ട. ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ വെള്ളം വറ്റിയിരിക്കുന്ന പോർക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് എടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി നല്ല ഡ്രൈ ആയിട്ട് നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും.